പ്രൈസ് ലോർഡ്. ഇനി വരുന്ന നാളുകളിൽ ദൈവഹിതമാണെങ്കിൽ നേരിട്ട് മുഖാമുഖം കണ്ട് ദൈവജനം ശുശ്രൂഷിക്കാം. ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 63-1 വാക്യം നമുക്ക് വായിക്കാം. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ്. ഇൻ ഗ്രേസ് പ്രേയർ ഫെലോഷിപ്പ് എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ അല്പസമയം ദൈവവചനമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ഇതിന്റെ മീറ്റിംഗ് ലീഡ് കൊണ്ടിരിക്കുന്ന പ്രിയ കർത്തദാസി, പ്രിയ ബീന സിസ്റ്റർ, അതേ കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിച്ചവർ, മാത്രമല്ല ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ സിസ്റ്റർ ഷൈല ജോഷി അവർകൾ, ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. നാം ചിന്തിച്ച വചന ഇപ്രകാരമാണ്. സങ്കീർത്തന പുസ്തകം 63-1 വാക്യമാണ് നാം വായിച്ചത്. ദൈവമേ, നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ ഹെഡിങ് പറയുന്നു, ദാവീദിന്റെ ഒരു സങ്കീർത്തനം, അവൻ യഹൂദാ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചെന്ന്. ഇവിടെ ആദ്യം വായിച്ചു, ദൈവമേ നീ എന്റെ ദൈവം. അതേ ദാവീദ് പറയുകയാണ്, അവകാശം പറഞ്ഞു പറയുകയാണ്, നീ എന്റെ ദൈവം. ഹല്ലേലൂയ. അതുപോലെ തന്നെ അടുത്ത് പറയുന്നു, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതേ പ്രിയരെ, ഈ സമയത്ത്, ഈ തണുപ്പ് സമയത്ത് എല്ലാവരും പുതച്ചു മൂടി കിടക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവസനിലായിരിക്കാൻ ദൈവം തന്ന വിലയേറിയ ഭാഗ്യ പദവിയോർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഫലം നമ്മുടെ സമസൃഷ്ടങ്ങൾ അനേകർ കഴിഞ്ഞ രാത്രി ഉറക്കത്തിലേക്ക് കടന്നുപോയിട്ട് പ്രഭാതം കാണാതെ വണ്ണം ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ ദൈവം നമ്മെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയും എണ്ണത്തിൽ കുറയാതെ കാത്തു സൂക്ഷിച്ച കൃപയ്ക്ക് നമുക്ക് ആദ്യ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദിയപ്പാ, നന്ദിയപ്പാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ചതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. അതേ നന്ദി കർത്താവേ. പ്രിയരെ, നമ്മുടെ സമസ്തങ്ങൾ അനേകർ നെടുവീർപ്പിലും വിലാപത്തിലുമായിരിക്കുമ്പോൾ ദൈവം നമ്മെ സൂക്ഷിച്ചതോർത്ത് ദൈവം നമുക്ക് നന്ദി കരയറ്റാം. ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിച്ചു, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതേ പ്രിയരെ, നാം അതികാലത്ത് എഴുന്നേറ്റ് യഹോവയെ അന്വേഷിക്കുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ പരാജയമല്ല, നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരും. ഹല്ലേലൂയ. അതേ പ്രിയരെ, നമുക്ക് വേണ്ടി നാളുകളിലെ ദൈവം പുതിയൊന്ന് ചെയ്യുന്ന ദൈവമാണ്. അതേ നാളുകളിലെ ദൈവാത്മാവ്, ഞാൻ ഈ വിഷയത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന വചനം ഇപ്രകാരമാണ്. യെശയ്യാവിന്റെ പുസ്തകം 43-18-19 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുക വേണ്ട, ഈരാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അടുത്ത് പറയുന്നു, നിങ്ങളത് അറിയുന്നില്ലയോ, മരുഭൂമി ഞാനൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. അതേ പ്രിയരെ, നമുക്ക് വേണ്ടി പുതിയൊന്നു ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ 2026 ആണ്ട് നമുക്ക് വേണ്ടി പുതിയൊന്നു ചെയ്യുന്ന ദൈവം. അവിടെ വായിക്കുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, താങ്കൾക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവം താങ്കളോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, താങ്കൾക്ക് വേണ്ടി താങ്കളുടെ ശുശ്രൂഷയുടെ പുതിയ വഴിത്തിരിവിലേക്ക്, പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവ ഇതിലെ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത ദൈവദാസിയോട് തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാ വ്യക്തമായ ആലോചന അറിയിക്കുന്നു. ഈ നാളുകളിലെ പുതിയ വേദികളെ ഒരുക്കി പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന, പുതിയൊന്ന് ചെയ്യുവാൻ, പുതിയൊന്ന് നിനക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പുതിയ വേദികളെ ഒരുക്കി, പുതിയ സ്ഥാനമാനങ്ങളെ തന്ന്, പുതിയ പദവികൾ തന്ന് നിന്നെ മാനിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ടെന്ന് പ്രിയ ശൈലാസിസ്റ്ററോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന, അതരക ദുര
ധുരമന വൈഡമനെ. അത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നമുക്കൂടെ പുതിയൊന്ന് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അത് പഴയതല്ല. അവിടെ വായിക്കുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. മുമ്പ് നീ എങ്ങനെയായിരുന്നു, പണ്ട് നീ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നീ പഴയത് എങ്ങനെയായിരുന്നു, അത് നീ ചിന്തിക്കേണ്ടെന്നേ. പുതിയത് അത് നിനക്ക് വേണ്ടി ചെയ്യുന്നത് ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ വായിക്കുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കാം. ഞാൻ മെസ്സേജ് പറയുമ്പോൾ, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അതേ പ്രിയരെ, അതേ താങ്കൾക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അതേ പ്രിയരെ, അവിടെ വായിച്ചു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നൗ അവിടെ വായിച്ച് അത് പ്രസന്റൻസിലാ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ. അതേ പാസ്റ്റ് ടെൻസിലല്ല, പ്രസന്റൻസിലാ, വർത്തമാനകാലത്തിലാ പറയുന്നത്. അത് ഇപ്പോൾ. അതേ പ്രിയരെ, നിനക്ക് വേണ്ടി അതേ പുതിയൊന്ന് ചെയ്യുന്ന ദൈവം അതേ താങ്കളോട് കൂടെയുണ്ട്. അതേ പ്രിയ ദൈവത്തിലെ, നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും അതേ നിന്റെ ഉപവാസവും വെറുതെ അല്ല. നാളുകളിൽ തന്നെ പുതിയത് താങ്കൾക്ക് വേണ്ടി ചെയ്ത് താങ്കളെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന. പല ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ കണ്ണുനീരോടുകൂടി നീ ആയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ താങ്കൾക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്ത് താങ്കളെ പുറത്തു കൊണ്ടുവരും. ആ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, നിശ്ചയമായി താങ്കളുടെ കണ്ണുനീർ പ്രാർത്ഥനയൊന്നും വെറുതെ അല്ല കേട്ടോ. താങ്കളുടെ അതേ നിശ്ചയമായി പ്രാർത്ഥന വെറുതെ അല്ല. നാളുകൾ പുതിയൊന്ന് ചെയ്ത് താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതേ അവിടെ നമുക്കറിയാം, സംഗീത പുസ്തകം 90 ഇപ്രകാരം പറയുന്നുണ്ട്, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളുകളിൽ അതെ പുതിയ അഭിഷേകത്തെ പകർന്ന, പുതിയ കൃപാവരത്തെ പകർന്ന നാളുകൾ നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ. അവിടെ നമുക്ക് ഒരു ഭാഗം കൂടി നമുക്ക് വായിക്കാം. അതേ യെശയ്യാവിന്റെ പുസ്തകം 48:6 അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, നീ കേട്ടിട്ടുണ്ട്, ഇപ്പോഴെല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ. അത് പുതിയത് നിന്നെ കേൾപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ നീ കേട്ട ദൂതുകൾ, നീ കേട്ട വാഗ്ദത്തങ്ങൾ ഒത്തിരി പിന്നിൽ കിടക്കുമ്പോൾ ദൈവമേ വാഗ്ദത്തം നിറവേറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാളുകളിൽ അത് നീ കേട്ട വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുക. അരികമന വൈഡമന. അതേ മേരിക്കുട്ടി ശമുവേൽ പ്രിയ ഡിവൈസ് വ്യക്തിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന കഴിഞ്ഞ നാളിൽ നീ കേട്ട വാഗ്ദത്തങ്ങൾ, ശ്രീകമന വൈഡമന ദൂതുകൾ പലപ്പോഴും ഹൃദയത്തിനകത്ത് അത് വേദനകളും, അത് പലപ്പോഴും നീ ചിരിക്കുന്നുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വേദനകളും തേങ്ങലുകളുമായി നടക്കുന്നു. എന്നാൽ പ്രിയ ദൈവദാസിയെ, നാളുകളിൽ തന്നെ നിന്റെ കണ്ണിന് വിരാമം വിട്ടുകൊണ്ട്, റിഗമന വൈഡമന, നിന്റെ കണ്ണിന് വിരാമം വിട്ടുകൊണ്ട് നാളുകളിൽ നിനക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവമാണ് ഞാനെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന റിഗമന വൈഡമന. അത് കഴിഞ്ഞ കാലം നീ കേട്ട ദൂതുകൾ, നിന്നെ കുറിച്ച് അല്ലെങ്കിൽ നിന്റെ വിഷയങ്ങളെ കുറിച്ച് നീ കേട്ട ദൂതുകൾ നാളുകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ ശക്തനത്രേ. റിഗമന വൈഡമന അതരക ദുരമന വൈഡമന. നാളുകളിൽ കേട്ട ദൂതുകൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ റീബഷൈഡ രഗദുരമന വൈഡമന. കണ്ണ് നിന്നെ വിരാമം വിട്ടുകൊണ്ട് അതിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഞാൻ ശക്തനെന്ന് പ്രിയ സഹോദരിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നാമോട് ചിന്തിച്ചു, പുതിയത് ഒന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. 2 അതേ പുതിയത് നമ്മെ കേൾപ്പിക്കുന്ന ദൈവമാണ്. അതേ കേട്ട ദൂതുകൾ അതേ നമ്മെ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കേട്ട ദൂതുകളില്ലേ, എന്തേ ദൈവമേ ഈ വിഷയത്തിന് മറുപടിയില്ല, അത് ഞാൻ പ്രാർത്ഥിച്ച് മറുപടിയില്ല എന്ന് ചോദിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, അങ്ങനെ ചോദിക്കുന്നവരോട് ദൈവത്തിനവ ഒരു വചനം എന്നെ കാണിക്കുകയാണ്. ഹഗ്ഗായിയുടെ പുസ്തകം 2:19 വായിക്കുമ്പോൾ 2 ചോദ്യങ്ങളും ഒരു ഉത്തരവും കാണുവാൻ സാധിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, വിത്ത് ഇനി കളപ്പുരയിൽ കിടക്കുന്നുവോ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഈ 2 ചോദ്യത്തിനും പറയുന്ന ഉത്തരം ഇതാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. യശ്രികമന വൈഡമന അതരക ദുരമന വൈഡമന അടാരക ശേഖേ വൈഡമന. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അത് ഇതുവരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലയോ? ദൈവമേ, എന്റെ ജീവിതത്തിൽ മറുപടി ലഭിക്കാത്തെന്ന് ചോദിച്ച് നീ നെടുവേർപ്പെട്ട് കരയുമ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതം
വ്യക്തിജീവിതമേ, ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ റീബഷൈഡ അരക ദുരമന വൈഡമന. നാളുകളെ തന്നെ നിന്റെ കണ്ണിൽ നിന്നെ മറുപടി തരുവാൻ ദൈവശക്തിനത്രേ. അതേ പ്രിയ ദൈവത്തിലെ ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിച്ച് അത് മാനിക്കുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. വിത്ത് ഇനി കളപ്പുരയിൽ കിടക്കുന്നുവോ? ഒരു ചോദ്യം തന്നെയാ. കാരണം ഇതുവരെയും നിന്റെ വിഷയത്തിൽ മറുപടി ലഭിച്ചില്ലയോ? അടുത്ത ചോദ്യം, അതെ അവിടെ വായിച്ചു, അതെ അവിടെ മുന്തിരിവള്ളി അത്തിവർഷവും മാതളവും ഓലൂമരവും കായ്ക്കുന്നില്ലയോ എന്ന് വെച്ചാൽ ഇതുവരെയും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലയോ? ഒത്തിരി നാളുകളെ നീ പ്രാർത്ഥിക്കുന്നു, ഒത്തിരി നാളുകളെ നീ ഉപവസിക്കുന്നു, ഒത്തിരി നാളുകൾ നീ കരയുന്നു, എന്തേ എന്റെ വിഷയത്തിന് മറുപടിയില്ല എന്ന് ചോദിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാളുകളിൽ അതേ താങ്കൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം അതേ താങ്കളോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ. അത് ഒത്തിരി നാളുകൾ നീ കരയുന്നില്ലേ? ഒത്തിരി നാളുകൾ വാഗ്ദത്തം നീ കാത്തിരിക്കുന്നില്ലേ? ദൈവമേ കല്ല ഒത്തിരി നാളുകളായല്ലോ, ദൈവമേ എന്റെ വിഷയത്തിന് മറുപടി ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുന്നു. ഈ 2026 ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ വാഗ്ദത്തങ്ങൾ കാണും. റിഗമന വൈഡമന. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷം നീ കേട്ട ദൂതുകൾ, ഓ റിഗ ദുരമന വൈഡമന എൽസി സിസ്റ്ററെ, അതേ നാളുകളിൽ കഴിഞ്ഞ കാലം നീ കേട്ട ദൂതില്ലേ, അതേ നാളെ നീ കണ്ണുകൊണ്ട് കാണാൻ പോകുക. റിഗമന വൈഡമന അടരക ദുരമന വൈഡമനെ റീബ രഗന്ത ദുരമലവോ ഷൈഡമന. ഹാലലു. ഒത്തിരി ദൈവത്തിലേക്ക് കരഞ്ഞ വിഷയമാണ്. ഇതുവരെ എന്റെ വിഷയത്തെ മറുപടി ലഭിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വാഗ്ദത്തത്തിന്റെ മുമ്പിൽ കരഞ്ഞ ദൈവദാസിയെ, നാളുകളിൽ തന്നെ നിന്റെ കണ്ണിൽ നിന്നെ മറുപടി തന്നുകൊണ്ട് നിന്നെ മാനിക്കുവാൻ ദൈവശക്തനത്രേ. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ അടാരകശേഖേ വൈഡമനെ. നാളുകളിൽ തന്നെ നിന്റെ കണ്ണിൽ നിന്നെ വിരാമമിടുന്ന നാളുകളെന്ന് അതേ ഈ പ്രകാരം ഒരു വചന ദൈവാത്മ എന്നെ കാണിക്കുകയാണ്. ഇരമ്യാന്റെ പുസ്തകം 31:16 അവിടെ വായിക്കുന്നുണ്ട്, കരയാതെ നിന്റെ ശബ്ദവും കണ്ണിന്റെ വാർക്കാതെ നിന്റെ കണ്ണം അടക്കിക്കൊള്ളുക, നിന്റെ കണ്ണിൽ നിന്റെ പ്രതിഫലമുണ്ട് എന്ന്. റിഗമന വൈഡമന അടരക ദുരമന വൈഡമനെ റീബ രഗ ദുരമന വൈഡമനെ. നാളുകളിൽ തന്നെ അതേ പ്രിയ ദൈവത്തിലെ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് നാം ചിന്തിച്ചു, പുതിയതൊന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാ നമ്മുടെ ദൈവം. 2, പുതിയ നമ്മെ കേൾപ്പിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. 3, അതെ കേട്ട ദൂതുകൾ നിന്റെ കണ്ണുകൊണ്ട് കാണിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. 4, നാം ചിന്തിച്ചു എന്താണ്? അതെ അവിടെ വായിച്ചു, അതെ പുതിയ എണ്ണ നമ്മെ തേപ്പിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ കൃപകൾക്ക് വേണ്ടി, കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതമേ, നാളുകൾ നിന്റെ മേല അതേ പുതിയ കൃപാവരത്തെ പകർന്ന നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമന. അതേ ബിന്ദു ബൈജു എന്ന പേരുള്ള ആ ഡിവൈസുള്ള വ്യക്തിയോട് ദൈവത്തിന് വ്യക്തമായി ആലോചന നാളുകളിൽ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കൊണ്ട് ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. അതേ പലപ്പോഴും പുതിയൊരു കൃപാവരത്തിന് വേണ്ടി കൃപയ്ക്കായി നീ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ നാളുകളിൽ നിന്റെ പ്രാർത്ഥന മുറയ്ക്കകത്ത് ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് നേരിട്ട് ഇടപെടുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ ദീപ രഗ ദുരമന വൈഡമൻ. നാളുകളിൽ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമൻ. നാളുകളിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു അസാധാരണ നിനക്ക് പോലും നിയന്ത്രിപ്പാൻ കഴിയാതെ അഭിഷേകത്തെ പകർന്ന് ഒരു അനോടി പവർ പകർന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമന. നാളുകൾ നിന്റെ മേൽ പുതിയ കൃപാവരങ്ങളെ പകർന്ന് പുതിയ എണ്ണ നിന്നെ തേപ്പിക്കുന്ന വർഷമെന്ന് 2026 ആണ്ട് പുതിയ എണ്ണ പുതിയ കൃപാവരങ്ങൾ നിന്റെ മേൽ പകർന്ന് നിന്നെ മാനിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന രിഗമന വൈഡമന റിഗമന വൈഡമന. നാളുകളിൽ തന്നെ പ്രാർത്ഥിച്ച് ഉണർന്നുകൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ
അതേ പ്രിയ ദൈവത്തിലെ അടുത്ത നാം ചിന്തിക്കുമ്പോൾ അതേ നമുക്കറിയാം യെശയ്യാവിന്റെ പുസ്തകം തന്നെ വായിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം അതേ 1:15 പ്രകാരം പറയുന്നുണ്ട്, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. യസ് ശ്രീഹമന വൈഡമന. അടുത്ത് പറയുക, നീ പർവ്വതങ്ങളെ ബന്ധിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അഭിഷേക നാളുകളിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവത്തിന് വ്യക്തമായി അത് പകരാൻ പോകുക. അധികമന വൈഡമന അടരക ദുരമന വൈഡമന അതാരക ഷേഖെ വൈഡമന രഗദുര. പ്രായം ദൈവത്തിന് വിഷയമല്ല കേട്ടോ. നാളെ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. ദൈവത്തിന് പ്രായം വിഷയമല്ല. നമുക്കറിയാം അതേ ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകം എടുത്തു വെച്ച് അതിലെ പ്രവചനം പറയുകയാണ്. എന്താണ്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. ഋഗമന വൈഡമന. അടുത്ത പറയാ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഋഗമന വൈഡമന. അത് മറ്റുള്ളവരുടെ പുത്രന്മാരും പുത്രിമാരും എന്നല്ല, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. അതേ പ്രിയരെ, നാളുകളിൽ നാം പലപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയം ഇതാണ്. ദേശത്ത് ഉണർവ് വ്യാപരിക്കണമേ, സഭയിൽ ഉണർവ് വ്യാപരിക്കണമേ, രാജ്യത്ത് ഉണർവ് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ ആ ടോൺ ഒന്ന് മാറേണ്ടിയിരിക്കുന്നു. കാരണം ഉണർവ്, റിവൈവൽ ആരംഭിക്കണം നമ്മുടെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കണം. ഫലയോടെ വായിക്കുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഋഗമന വൈഡമന. അതേ പ്രിയരെ, നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നവരായിരിക്കണം. അടുത്ത് പറയുകയാണ്, അതേ ആ ഭാഗം തന്നെ ചിന്തിച്ചു വരുമ്പോൾ അതേ പഴയ നിയമത്തില് അതെ അവിടെ നമുക്കറിയാം, ഒരു ശമൂവേലിനെ നമുക്കറിയാം. അതേ വചനം ദുർലഭമായ സമയത്താണ് അതേ ശമൂവേൽ പ്രവാചകന്റെ വളർച്ച, ശമൂവേലിന്റെ വളർച്ച നമുക്കവിടെ കാണുവാൻ സാധിക്കുന്ന. ദർശകന്മാർ തീരെ ഇല്ലായിരുന്ന സമയത്ത് അതേ ഹോവിയായ ദൈവം വന്ന് ശമൂവേലിനെ വിളിക്കുന്നുണ്ട്. ശമൂവേൽ ഓടിച്ചെന്ന് ഏലി പുരോഹിതന്റെ അടുക്ക ചെന്നിട്ട് അടിയനെ വിളിച്ചുപോയി എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല കുഞ്ഞെ, ഞാൻ നിന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അതേ രണ്ടാം പ്രാവശ്യവും വിളി കേട്ട് ഓടി ഏലി പുരോഹിതന്റെ അടുക്കൽ വന്നു. അപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിളിച്ചില്ല. മൂന്നാമത്തെ പ്രാവശ്യം വന്നു. ആ സമയത്ത് ഏലി പുരോഹിതന് മനസ്സിലായി അതേ ശമൂവേലിനെ വിളിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, കുഞ്ഞെ, ഇനി നിന്നെ വിളിക്കുമ്പോൾ അടിയനിതാ അടിയുണ്ട് അള്ളിച്ചേണമേ എന്ന് പറഞ്ഞാലും ഇത് പറയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം അതേ നാലാമത് അതേ വിളിക്കുമ്പോൾ, ശമൂവേലിനെ വിളിക്കുമ്പോൾ അതേ ശമൂവേൽ പറയുന്നുള്ള അടിയനിതാ അടിയനോട് സംസാരിക്കണമേ, അള്ളിച്ചേണമേ എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം ഏലി പുരോഹിതന്റെ ഭവനത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവിടെ അള്ളപ്പാട് അറിയിക്കുകയാണ്. അതേ പ്രിയ ദൈവം, നമുക്കറിയാം ആ വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ ശമൂവേലിനെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്, ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു വിശ്വസ്ത പ്രവാചകനായിട്ട് ദൈവം അതേ ശമൂവേലിനെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ ഇതിലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറയെ ഒരു പ്രവാചകനായി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഋഗമന വൈഡമന അതരക ദുരമന വൈഡമനെ. അതേ റിവൈവൽ, ഉണർവ് ആരംഭിക്കണം നമ്മുടെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കണം. ഋഗമന വൈഡമന അതരക ദുരമന വൈഡമനെ റീബ രഗബല ഭൗഷേ ഋഗദുരഗമന വൈഡമനെ അതരക ദുരമന വൈഡമനെ. അതേ പ്രിയ ദൈവത്തിലെ അവിടെ ചിന്തിച്ചു, നിങ്ങളുടെ പുത്രന്മാരെ പ്രവചിക്കുമെന്ന്. പുത്രന്മാരായി ഇനി പുത്രിമാരെ ചിന്തിക്കുമ്പോൾ നമുക്ക് നോക്കാം. അതെ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഫിലിപ്പോസിന് അതെ കന്യകമാരായ പ്രവചിക്കുന്ന 4 പുത്രിമാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതെ നമ്മുടെ ഭവനത്തിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കണം. അല്ല, നമ്മുടെ തലമുറകളിൽ നിന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി അങ്ങനെ അതേ ഉണർവ് നമ്മുടെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കണം. ഹല്ലേലൂയ. അവിടെ നാം ചിന്തിച്ചു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവം അടുത്ത് പറയാ, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. അതേ നമ്മുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കുന്നവരായിരിക്കണം. അതേ പ്രിയ ദൈവത്തിന് 3 അടുത്ത് പറയാ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുമെന്ന്. അതേ നമുക്കറിയാം, ഒരു 40-45 വയസ്സാകുമ്പോൾ തന്നെ നാം പറയും, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, അതേ എനിക്ക് നടക്കുവാൻ പറ്റത്തില്ല,
എനിക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല, എനിക്ക് ആരാധനയ്ക്ക് പോകുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അത് മാറിയിരിക്കുമ്പോൾ ഇവിടെ ഇതാ പറയാ, നിങ്ങളുടെ വൃദ്ധമായ സ്വപ്നങ്ങളെ കാണുമെന്ന്. അതേ പ്രായം ദൈവത്തിന് വിഷയമല്ല, പ്രായഭേദമന്യേ നിന്നെ ഉപയോഗിക്കുക ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന, അതേ ആൺ പെൺ വ്യത്യാസമില്ലാതെ നിന്നെ ഉപയോഗിക്കുക ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന. നമുക്കറിയാം മോശ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ മോശയ്ക്ക് 80 വയസ്സാ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ പ്രായം ദൈവത്തിന് വിഷയമല്ല കേട്ടോ. പ്രായമായി പോയി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുവാനല്ല, ദൈവസനെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവയ്ക്ക് നാളുകളിൽ ഒരു അന്ത്യകാല ശുശ്രൂഷിക്കേണ്ട നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന, അതരക ദുരമന വൈഡമനെ, ദീപാരക ദുരമന വൈഡമന. നിമ്മി ജോസ് എന്ന പേരുള്ള ഡിവൈസിന്റെ വ്യക്തിയോട് ദൈവത്തിന് വ്യക്തമായി ആലോചിച്ചിരിക്കുന്ന നാളുകള് ശക്തമായി ഉപയോഗിക്കുക ദൈവത്തിന് പദ്ധതിയുണ്ട്. അതരക ദുരമന വൈഡമനെ, ദീപാരക ദുരബല ഷൈഡമന. ഹല്ലേലൂയ. നാളുകളിൽ നിന്നെ അന്ത്യകാല ശുശ്രൂഷിക്കേണ്ട ഉപയോഗിച്ച് മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന. നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ചെയ്ത് നിന്നെ പുറത്തു കൊണ്ട് വന്ന് മാനിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന, അതരക ദുരമന വൈഡമനെ, ദീപാരക ദുരബല ഷൈഡമന. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ പ്രായമായി പോയി എന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ടു പോകരുത് കേട്ടോ. നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം അത് നിന്നോട് കൂടെയുണ്ട്. അത് കാലേബ് യോശുവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇന്ന് 84 വയസ്സായി, അന്നത്തെ പോലെ ഇന്നും ആരോഗ്യമുണ്ട്. മല കയറുവാനും യുദ്ധം ചെയ്യുവാനും പടവെട്ടുവാനും എനിക്ക് അന്നത്തെ പോലെ ഇന്നും ആരോഗ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ പ്രായം ദൈവത്തിന് വിഷയമല്ല. അതേ പ്രായം ദൈവത്തിന് വിഷയമല്ല കേട്ടോ. അതേ ഗ്രേസി എബ്രഹാം, ഹല്ലേലൂയ. അതേ അടൂർ എന്ന് പേരുള്ള ആ ഡിവൈസിന്റെ വ്യക്തിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. നാളുകളിൽ തന്നെ ഉപയോഗിക്കുവാൻ, ഒരു അന്ത്യകാല ശുശ്രൂഷയുടെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട് ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. ചില യാത്രകളെ ഒരുക്കിക്കൊണ്ട് നിന്നെ മാനിക്കുവാൻ ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് നിന്നെ അയക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന. നാളുകളെ ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുക. അത് ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുവാനല്ല, അതേ ഇനി ഒതുങ്ങിയിരിക്കുവാനല്ല, ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒതുങ്ങിയിരിക്കുവാനല്ല, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് ആ കുടുംബത്തോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന, അതരക ദുരമന വൈഡമനെ. അതേ സെക്കിരാവിന്റെ പുസ്തകം പറയുന്നത് പോലെ ഞാൻ അവരെ ഹോവയിൽ ബലപ്പെടുത്തും, അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കും. നാളുകളിലെ പ്രായഭേദമന്യേ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുക. റിഗമന വൈഡമന, അതരക ദുരമന വൈഡമനെ, റീബാരക ദുരമന വൈഡമന. അതെ നിങ്ങൾ ഇനി അതേ യേശുവിന്റെ നാമത്തിൽ സഞ്ചരിക്കാൻ പോകുക. റിഗമന വൈഡമന. ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുവാൻ പോകുക. റിഗമന വൈഡമന, അടാരകൈഡമന. ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് നിങ്ങളെ അയക്കുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് പ്രിയ കുടുംബത്തെ നോക്കി ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന, അതരക ദുരം. പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. റിഗമന വൈഡമന, അതരക ദുരമന വൈഡമനെ, രഗദുരമന വൈഡമന. അവിടെ പ്രിയ ദൈവത്തിലെ നാം ചിന്തിച്ച കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഒന്ന്, നാം ചിന്തിച്ചു എന്താ നമുക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവം. റിഗമന വൈഡമന, അതരക ദുരമന വൈഡമന. നിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവം. അതെ, നിന്റെ ശുശ്രൂഷയ്ക്ക് പുതിയൊന്ന് ചെയ്യുന്ന ദൈവം, പുതിയ വേദി ഒരുക്കുന്ന ദൈവം. റിഗമന വൈഡമന. ചില അത് ഒറ്റപ്പെടലുകളും മാറ്റപ്പെടലുകളും അത് ചില ഏകാന്തതകളും ചില ശൂന്യതകളും നിന്നെ വരുത്തിയത് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അത്രയെന്ന് ദൈവത്തിന് വ്യക്തമായി എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന, അതരക ദുരമന വൈഡമന, ധീരബാല ഭൗഷേ റിഗദുരഗമന വൈഡമന, അതരക ദുരമന വൈഡമന. ജഗദമ്മ എന്ന പേരുള്ള ആ ഡിവൈസുള്ള ആന്റിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. നാളുകള് പ്രായമായി പോയെന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുവാനല്ല, നാളുകള് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട്. റിഗമന. പഴയതുപോലെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല, എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭാരത്തോടെ ഇരിക്കുന്നത് റിഗമന വൈഡമന. നാളുകളിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് പദ്ധതി ഉണ്ട്. റിഗമന വൈഡമന, അതരക ദുരമന വൈഡമന. നാളുകളിൽ പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന, ദീപശൈഡേ റിഗദുരഗമന വൈഡമന, അതാ രഗേഖേ വൈഡമന. അതേ പ്രിയ ദൈവദാസിയെ, അതേ പ്രിയ ആന്റി, ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുന്ന നാളുകളിൽ ഒരു ദൂതുവാക്കിയാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന. നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. അടരക ദുരമന വൈഡമന. ഒരു അസാധാരണമായ ഒരു
ഒരു അഭിഷേകത്തെ പകർന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. റിഗമന വൈഡമന. പലപ്പോഴും പറയുന്നില്ലേ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. റിഗമന വൈഡമന അടാരക ഷൈഡമന. പ്രായം ദൈവത്തിന് വിഷയമല്ലെന്നേ. റിഗമന വൈഡ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, അതേ ശമൂവേൽ ബാലനെ പോലെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന. യെസ് ഉടാറമനകൾ ഷൈഡമന. നാടുകളില 2026 ആണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു വിടുതന്റെ വർഷമെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അതാ രഗേഖേ വൈഡമന ധീരവാല വൗഷേ റിഗതുരഗമന വൈഡമന. അതേ പ്രിയ ദൈവന്റെ നാളുകളില നമ്മുടെ ചിന്തിച്ചതുപോലെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി നമ്മെ തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവിടെ വായിച്ചു എന്താണ്? അതേ നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതർ പോലെയാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പർവ്വത സമാനമായ വിഷയങ്ങളെ കാണുമ്പോൾ ഇനി നീ ഭയപ്പെട്ടു പോകത്തില്ല കേട്ടോ. ഇനി നീ പതറിപ്പോകത്തില്ല കേട്ടോ. അതേ പർവ്വത സമാനമായ വിഷയങ്ങളെ കടന്നു വരുമ്പോൾ, അതേ സെഖര്യാവ് പറഞ്ഞതുപോലെ സ്വരൂപാവയുള്ള മുമ്പുള്ള മഹാപർവ്വതമേ നീ ആറെന്ന് പറഞ്ഞ് നീ സമഭൂമിയായി തീരുമെന്ന് പറഞ്ഞ് അതേ നാളിൽ നീ പർവ്വത സമാനമായ വിഷയങ്ങളെ പൊടിക്കാൻ പോകുക. റിഗമന അഭിഷേകത്താൽ പൊടിക്കാൻ പോകുക. ഓ റിഗമന വൗഡമന അതരക ദുരമന വൈഡമന റീബ രഗ ദുരമന വൈഡമന. ബീന സിസ്റ്ററെ, ബീന അജയ് നാളിൽ ശക്തമായി ഉപയോഗിക്കാൻ പോകുക. റിഗമന വൈഡമന. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വന്ന് സംസാരിക്കും. റിഗമന വൈഡമന അതരക ദുരമന വൈഡ്. പലപ്പോഴും ഉള്ളിന്റെ ഉള്ളില അത് തേങ്ങലുള്ള വേദനയുമായി നടക്കുക. റിഗമന വൈഡമന. എന്താണെന്ന് ഒരു വിഷയം അറിയത്തില്ല. പക്ഷേ പലപ്പോഴും ഹൃദയത്തിനകത്ത് ഒരു കല്ലെടുത്ത് വെച്ചിരിക്കും പോലത്തെ ഒരു ഭാരമാ പലപ്പോഴും. റിഗമന വൈഡമന. പലപ്പോഴും കരയാൻ പോലും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോ റിഗമന വൈഡമന. നാളുകൾ ദൈവത്തിൽ വ്യക്തമായി ആലോചന അറിയിക്കുന്ന നാളുകളിൽ എന്റെ സൈനിൽ അടുത്തു വരിക. യെസ്, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ മാനിക്കും. റിഗമന വൈഡമന. പുതിയതൊന്ന് ചെയ്ത് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ നിന്ദിച്ചോടെ മധ്യത്തിൽ, പരിഹസിച്ചോടെ മധ്യത്തിൽ, നിന്നെ കരയിപ്പിച്ചോടെ മധ്യത്തിൽ തന്നെ. യെസ് ഓ റമാനഗ ദുരാമന വൈഡമന. നിന്റെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് പദ്ധതിയുണ്ട്. യെസ്, യോസേപ്പ് തന്റെ മകൻ ഇങ്ങനെ പേരിട്ട് കേട്ടോ. അതെ, അവിടെ വായിക്കുന്നുണ്ട്, എന്നെ സങ്കട ദേശത്ത് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് തന്റെ മകന് യോഫറയും എന്ന് പേരിട്ടു. അതെ, നിന്നെ എവിടെ കരയിപ്പിച്ചോ, എവിടെ നിന്നെ മാറ്റി നിർത്തിയോ, അവിടെ മുമ്പേ തന്നെ ഞാൻ നിന്നെ കൊണ്ടുവരും. റിഗമന വൈഡമന. യെസ്, അങ്ങനെ തന്നെ ദൈവത്തിനെ വെളിപ്പെടുത്തുക. എന്തോ അത് പറയുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു ഭാരം. എന്താണെന്ന് അറിയില്ല. പക്ഷേ പ്രിയ സിസ്റ്ററെ, നാളെ ശക്തമായി ഉപയോഗിക്കാൻ പോകുക കേട്ടോ. നാളെ പ്രാർത്ഥിച്ചുണരുക. പുതിയ വാതിൽ തുറന്ന്, പുതിയ വഴികളെ തുറന്ന് നിന്നെ അതേ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യെസ് ഓ റിഗ ദുരാമന വൈഡമനെ അതരക ദുരമന വൈഡമ. ഹൃദയത്തിനകത്ത് എപ്പോഴും ഭാരമാ. അടരക ദുരമന വൈഡമ. എന്താണെന്ന് സൃഷ്ടി പോലും അറിയത്തില്ല, അതുപോലൊരു ഭാരമാ. ഓ ഹല്ലേലൂയ. നെഞ്ചിനകത്ത് പലപ്പോഴും ഒരു ഭാരം വെച്ചതുപോലത്തെ ഫീലിങ്സാ പലപ്പോഴും. റിഗമന വൈഡമന അതരക ദുരമന വൈഡ്. നാളുകളിലും അതിനെ മാറ്റിക്കൊണ്ട് അത് പർവ്വത സമാനമായ വിഷയത്തെ നീ തന്നെ ജയിച്ച് മുന്നോട്ട് പോകുവാൻ. യെസ് ഓ റിമാ നമ രഗ ദുരമന വൈഡമനെ. പ്രിയ ബീന സിസ്റ്ററോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. യെസ് ഓ റമാ നഗ ദുരമന വൈഡമനെ. യെസ് റിഗമന വൈഡമന. ഒത്തിരി ചോദ്യചിഹ്നങ്ങളാ നിന്റെ മുമ്പില്. പലപ്പോഴും ഉത്തരം പറയാനാകാതെ തല കുനിഞ്ഞു പോയിട്ടുണ്ട്. എന്താ ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ആ ചോദ്യചിഹ്നം നിങ്ങൾക്ക് ഞാൻ നിനക്ക് വേണ്ടി റെക്കമെൻഡേഷനുമായി ഉത്തരം പറയുന്ന ദൈവം. യെസ് ഓ റമാനഗ ദുരമന വൈഡമനെ അതരക ദുരമന വൈഡമേ. നാളുകളിൽ നിന്നിൽ കൂടി ഒരു വലിയൊരു ദൈവ പ്രവർത്തിക്ക് ഞാൻ മുഖാന്തരമാകുവാൻ പോകുക. റിഗമന വഴിയൊരുക്കാൻ പോകുക. യെസ് അടരക ദുരമന വൈഡമന ദീപഷൈഡേ റിഗതുരകമന വൈഡമന. നിന്നിൽ കൂടി ഒരു കൂട്ടം എഴുന്നേൽക്കും. യെസ് ഓ റിഗമന. നിന്നിൽ കൂടി ഒരു അനേകം മിഷണറിമാർ എഴുന്നേൽക്കും. യെസ് റിഗമന വൈഡ. നിന്നിൽ കൂടി ഒരു കൂട്ടം ദൈവദാസിമാർ അറിയപ്പെടും. യെസ് റിഗമന വൈഡ. നാളുകളിൽ ശക്തമായി പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക്
അതേ ക്ഷീണമിട്ട് ഉറക്കമിട്ട് പലപ്പോഴും പ്രാർത്ഥിച്ച് മുന്നേറുവാൻ കഴിയാതെ വണ്ണം ശത്രുവാൻ പിന്നിലോട്ട് വലിക്കുമ്പോൾ, പ്രിയ സഹോദരി, മുന്നിലോട്ട് ഒരു സ്റ്റെപ്പും കൂടി നീ വെക്കുന്നുവെങ്കിൽ, യെസ്, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നോട് ആലോചന പറഞ്ഞ് ഞാൻ നിന്നെ വഴി നടത്തുവാൻ ശക്തനത്രേ. അടരക ദുരഭന വൈഡമന. അതേ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, യെസ്, അതേ യെശയ്യാവിന്റെ പുസ്തകം 30:21 പ്രകാരം പറയുന്നുണ്ട്, അതേ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊണ്ടൊരു വാക്ക് നിന്റെ പിറകെന്ന് കേൾക്കുന്നു. നീ നാളുകളില് അതിന്റെ ശബ്ദം കേൾപ്പിച്ച നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റികമന വൈഡമന അതരക ദുരമന വൈഡം. നാളുകളിൽ പ്രാർത്ഥിച്ച് മുന്നേറുക. നിന്നിൽ കൂടി ഒരു വലിയൊരു കൂട്ടത്തെ ഞാൻ എഴുന്നേൽപ്പിക്കും. റികമന വൈഡമന അടരക ദുരമന വൈഡമന. നീ ആയിരിക്കുന്ന ദേശത്ത് നീ ഒരു അത്ഭുത വിഷയമായി തീരും. യസ്രികമന വൈഡമന അതരക ദുരമന വൈഡമന. നാളിൽ പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പ്രിയ ബീനസിനോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അരികമന വൈഡമന അതരക ദുരമന വൈഡമനെ റീബാരക ദുരമന വൈഡമന. അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നാം ചിന്തിച്ചു, ദാവീദ് പറഞ്ഞു, ഞാൻ അധികാലത്തെ നിന്നെ അന്വേഷിക്കും. അതേ പ്രിയരെ, നാം അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുന്നത് വെറുതെ ആകത്തില്ല കേട്ടോ. അത് വൃതാവാകത്തില്ല. നാളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവശക്തനത്രേ. രിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ. അതേ പ്രിയ ദൈവത്തിലെ നിനക്ക് വേണ്ടി പുതിയത് ചെയ്യുന്ന ദൈവം. പല ജോർജ് വർഗീസ്, അതേ പ്രിയ അതേ വ്യക്തി ജീവിതമേ, അതേ സഹോദര, താങ്കൾക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതേ താങ്കൾക്ക് വേണ്ടി പുതിയത് അതേ ഉപചുരമാർഗം പുതിയത് ചെയ്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമന. നാളെ നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും വെറുതെ അല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഞാൻ ശക്തനത്രേ. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ റീബഷൈഡ രഗദുരമന വൈഡമന അതാരക ഷേഖേ ദുരഗമന വൈഡമന. നാളുകളെ തന്നെ പ്രാർത്ഥിച്ച് മുന്നേറുക. പ്രാർത്ഥന കുറവുണ്ട്, അതിനു മുമ്പിൽ അതേ നാളുകളിൽ അതേ പ്രാർത്ഥന അതേ ശക്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ഇവിടെ നാം ചിന്തിച്ചു, നമുക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവം. ശ്രീകമന വൈഡമന അതേ ബിച്ചു കൊല്ലം, അതേ ദേവദാസനെ താങ്കൾക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതേ ദൈവത്തിൽ വ്യക്തമായി ആലോചിക്കുക, പുതിയൊന്ന് ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ. ശ്രീകമന വൈഡമന പുതിയ ശുശ്രൂഷകൾ. ശ്രീകമന വൈഡമന ചില വേദികളെ ഒരുക്കി ശ്രീകമന മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അടരക ദുരമന വൈഡമന. ദൈവദാസനെ നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമന. പുതിയ ദേശം. റിഗമന വൈഡമന. പുതിയ വേലസ്ഥലങ്ങൾ. റിഗമന വൈഡമന. പുതിയത് ചെയ്ത് നിന്നെ മാനിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമന. നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. ശ്രീകമന വൈഡമന. അവിടെ നാം ചിന്തിച്ചതുപോലെ അതേ ഈ 2026 ആണ്ട് നിന്നെ അത് മൂർച്ചയുള്ളതും പല്ലേറിയതും അതേ അവിടെ വായിച്ചതുപോലെ അത് പുതിയതും ഉള്ളതായ ഒരു മെതിവണ്ടിയാക്കി ദൈവം തീർക്കാൻ പോകുക. റിഗമന വൈഡമന അതരക ദുരമന. പർവ്വത സമാനമായ വിഷയങ്ങളെ കാണുമ്പോൾ ഇനി നീ പതറിപ്പോകത്തില്ല, നീ അതിനെ മെതിച്ച് പൊടിക്കും. റിഗമന. അങ്ങനെ ഒരു അഭിഷേകം അതേ ദൈവദാസനെ താങ്കളുടെ മേൽ പകരാൻ പോകുക. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ ദീപശൈഡ രഗദുരമന വൈഡമനെ അടാ രഗ ഷേഖേ ദുരഗമന വൈഡമന. അതര ഒരു അഭിഷേകം, ഒരു ആസ്വാദനമായ ദൈവിക ശക്തി ഞാൻ നിന്റെ മേൽ അയച്ച് നിന്നെ പുറത്ത് അതെ കൊണ്ടുവന്ന് നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. റിഗമന വൈഡമനെ അതാ രഗ ഷേഖേ വൈഡമന. നാളുകളിൽ തന്നെ പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവത്തിന്റെ വ്യക്തമായി പ്രിയ ദൈവദാസനോട് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ. അതേ പ്രിയ ദൈവത്തിലെ നാളുകളിൽ അവിടെ ചിന്തിച്ചതുപോലെ പർവ്വത സമാനമായ വിഷയങ്ങളെ കണ്ട് നീ പതറിപ്പോകത്തില്ല കേട്ടോ. അതേ നാളുകളിൽ അഭിഷേകത്തിന്റെ ശക്തിയോടെ നീ അതിനെ പൊടിക്കാൻ പോകുക. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ. നമുക്ക് ചിന്തിക്കാം, അതേ
സംഗീത പുസ്തകം 114 ഇപ്രകാരം ഒരു വചനമുണ്ട്, യോർദാൻ കണ്ട് ഓടി, പിൻവാങ്ങിപ്പോയി, സമുദ്രം കണ്ട് ഓടിയെന്ന്. അതേ സമുദ്രോട് ചോദിക്കുക, സമുദ്രമേ നീ ഓടിയത് എന്തെന്ന് അവിടെ ചോദ്യമുണ്ട്. സമുദ്രോട് ചോദിച്ച സമുദ്രം പറയും, അതെ ഞാൻ ചെങ്കടൽ ഒരു ഉത്തരം പറയും കേട്ടോ. എന്തെന്നറിയാവോ ചെങ്കടൽ പറയുന്നത്? എന്റെ ജനവും എന്റെ ദാസനായ മോശയും വന്നാൽ പിന്നെ ഞാൻ എങ്ങനെ ഓടാതിരിക്കും? ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ചെങ്കടൽ സമാനമായ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അത് നീ പതറിപ്പോകത്തില്ല. നിന്നെ കണ്ട് ചെങ്കടൽ വഴിമാറാൻ പോകുക. അരികമന വൈഡമന അതേ ബെതേൽമത്തായി ഹല്യ പ്രിയ മാത്യു, അതേ പ്രിയ ദേവദാസരെ നാളുകളില് അത് യോർദാൻ അതേ താങ്കളെ കണ്ട് പിന്മാറാൻ പോകുക. അരികമന വൈഡമന അതരക ദുരമന വൈഡാൻ. യോശയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, അതേ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ അതേ വക്കത്ത് കാൽ ചവിട്ടിയപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞ് മാറിയതുപോലെ നാളുകൾ പ്രതികൂലത്തെ കണ്ട് നീ ഓടുകയല്ല, ദേവദാസനെ താങ്കൾ ഓടുകയല്ല, പ്രതികൂല താങ്കളെ കാണുമ്പോൾ ഓടാൻ പോകുക. അരികമന വൈഡമന അതരക ദുരമന വൈഡമന. നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. നാളുകളിൽ ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. അരികമന വൈഡമന അതരക ദുരമന വൈഡമനെ രീപഷൈഡേ രികദുരകമന വൈഡമന. അത് 2026 ആണ്ട് നിന്റെ ജീവിതത്തിലെ അതേ വിടുതന്റെ വർഷമെന്ന് ദൈവത്തിന് വ്യക്തമായി പ്രിയ ദൈവദാസനോട് ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുക. അരികമന വൈഡമന അതരക ദുരമന വൈഡമന. ചില ചോദ്യ ചിഹ്നങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയാനാകാതെ ആയിരിക്കുമ്പോൾ പ്രിയ ദൈവദാസനെ താങ്കളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അരികമന വൈഡമന അതരക ദുരമന വൈഡമനെ ഉടാരമനക ഷൈഡമന. നാളെ പ്രാർത്ഥിച്ച് മുന്നേറുക. യെസ് രിഗമന വൈഡമന, യെസ് രിഗമന വൈഡമന, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അരികബാല ബൗഷേരിക ദുരഗമന വൈഡമന. നാളുകളില് ഒരു യാത്രയ്ക്കായി ഒരുങ്ങിക്കൊള്ളുവാൻ യെസ് രിഗമന വൈഡമന അതേ പ്രിയ ദൈവദാസന ഒരു യാത്രയ്ക്കായി ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിന് വ്യക്തമായി പ്രിയ ദൈവദാസനോട് ആലോചന അറിയിക്കുക. റിഗമന വൈഡമന. അതേ നാം ഇവിടെ ചിന്തിച്ചതുപോലെ സെഖര്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഞാൻ അവരെ ഹോവയിൽ ബലപ്പെടുത്തും, അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കും. അതേ പ്രിയ ദൈവദാസനെ നാളുകളിൽ ഒരു ദൂര യാത്രയുണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. നാളുകളിൽ യാത്രയ്ക്കായി ഒരുങ്ങിക്കൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ. അതേ പ്രിയ ദൈവവൈതലേ, നാം അവിടെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. അതേ യോർദാൻ കണ്ട് ഓടി, അതേ യോർദാൻ പിൻവാങ്ങിപ്പോയി. യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്തെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അതേ യോർദാൻ ഇപ്രകാരം പറയും, അത് എന്റെ വക്കത്ത് ചവിട്ടിയത് വേറെ ആരുമല്ല, പുരോഹിതൻ അതേ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരാണ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാന്റെ വക്കത്ത് ചവിട്ടിയപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറിയെങ്കിൽ അതേ പ്രിയ ദൈവ പെട്ടകം ചുമക്കുന്ന വ്യക്തി ജീവിതമേ, അത് നിശ്ചയമായും അതേ പ്രതികൂലത്തെ കണ്ട് നീ പതറിപ്പോകത്തില്ല കേട്ടോ. അത് നീ ഭയപ്പെട്ട പോകത്തില്ല. പ്രതികൂലം നിന്നെ കാണുമ്പോൾ വഴിമാറാൻ പോകുക. അരികമന വൈഡമന 2026 ആണ്ട് അങ്ങനെ സംഭവിക്കാൻ പോകുക. അരികമന വൈഡമന അതര ഈ നാള് വരെയും ഈ സമയം വരെയും നീ പ്രതികൂലത്തെ കണ്ട് ഭയപ്പെട്ടുവെങ്കിൽ അതേ പ്രതികൂല ഇന്ന് മുതൽ നിന്നെ കണ്ട് അതേ മാറിപ്പോകാൻ പോകുക. അരികമന വൈഡമന അതേ ബെനഡിക്ട് മാത്യു, അതേ ദേവദാസനെ, അതേ നാളുകളില് യോർദാൻ സമമായ വിഷയങ്ങൾ മരണകരമായ അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഞാൻ അത്ര എന്റെ മകനെ നിന്നെ നിർത്തിയത്. റിഗമന വൈഡമന ചില അപകടങ്ങൾ നിന്റെ ജീവിതത്തിൽ കടത്തിവിട്ട ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകാമെന്ന സ്ഥാനത്ത് ഞാൻ അത്ര എന്റെ മകനെ നിന്നെ നിർത്തിയിരിക്കുന്നത്. നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. യെസ് രിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ അതാരക ഷേഖെ വൈഡമനെ. നാളുകളെ തന്നെ നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. രിഗമന വൈഡമനെ ദീപാ രഗദുരമന വൈഡമന. നീ അവസാനിച്ചു, നീ തീർന്നു, നീ എഴുന്നേൽക്കയില്ല, നിനക്ക് ഉയർച്ചയില്ല എന്ന് പറയുന്നട മുമ്പേ തന്നെ യെസ് അവിടെ മുമ്പേ തന്നെ നിന്നെ മാനിക്കുവാൻ ഞാൻ ശക്തനെന്ന് പ്രിയ ദൈവദാസനോട് പ്രിയ വ്യക്തിയോട് ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അതാ രഗേ പലപ്പോഴും പല രാത്രികളില് നീ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. റിഗമന വൈഡമന അടരക ദുരമന വൈഡമന. എന്റെ ജീവിതത്തെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. റിഗമന വൈഡമന എനിക്ക് മാത്രമാണോ ഇങ്ങനെ? അത് എവിടെ ചെന്നാലും പരാജയം, എവിടെ ചെന്നാലും അതേ ഒറ്റപ്പെടലുകള്, എവിടെ ചെന്നാലും അതേ എനിക്ക് ഒന്നും പറയുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയ സഹോദര, താങ്കളെ നാളുകളില് ദൈവം ഉപയോഗിക്കാൻ പോകുക. റിഗമന വൈഡമന നിന്നെ എവിടെ ആര് മറന്നുവോ, ആര് മാറ്റി നിർത്തിയോ അവിടെ മുമ്പിൽ തന്നെ ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവമെന്ന്
പ്രിയ സഹോദരനോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന ഓ റമാനഗ ദുരമന വൈഡമനെ അതരക ദുരമന വൈഡമന അതര ബലവ ശൈഡ പലപ്പോഴും ഒന്നിന് കൊള്ളില്ല എന്ന് പറഞ്ഞ് നിനക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? യെസ്, അവിടെ നടുവിൽ തന്നെ അതെ കാണാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചോടെ മധ്യത്തിൽ തന്നെ അതെ ഞാൻ നിന്നെ അതെ മാനിക്കുന്ന ദൈവമെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമനെ നാളെ പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന നമുക്കറിയാം ദാവീദിനെ നോക്കിക്കേ. ദാവീദിനെ നമുക്കറിയാം. അതേ ദാവീദിനെ തന്റെ സഹോദരന്മാർ അവനെ മറന്നു കളഞ്ഞു കേട്ടോ. അവന്റെ അപ്പൻ അവനെ മറന്നു കളഞ്ഞു. എന്നാൽ അതേ മറന്ന ആ ദാവീദിനെ ആണയിച്ച് വിളിച്ചു വരുത്തി അതേ തന്നെ പരിഹസിച്ച നിന്ദിച്ച സഹോദരന്റെ നടുവിൽ വെച്ച് അഭിഷേകം ചെയ്തുവെങ്കിൽ എന്നെ കേൾക്കുന്ന ആ സഹോദര താങ്കളെ അതെ മാറ്റി നിർത്തിയുടെ നടുവിൽ തന്നെ അതേ മാനിക്കുന്ന ഒരു സ്വർഗം താങ്കളോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡ നാളുകളില് അതെ പ്രാർത്ഥന കുറവുണ്ട്. ദൈവത്തിനാണ് വ്യക്തമായി പറയുക, പ്രാർത്ഥന കുറവുണ്ട്. ഹല്ലേലൂയ. നാളുകളിൽ പ്രാർത്ഥിച്ച് മുന്നേറുക. യെസ് ഓടാ റമനക ഷൈഡമന അതരക ദുരമന വൈഡമന നാളിൽ പ്രാർത്ഥന അതെ പുതുക്കിക്കൊണ്ട് നാളിൽ എന്റെ സനി ഇരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ വിഷയത്തെ മറുപടി തന്ന് നിന്നെ മാനിക്കുവാൻ ഞാൻ ശക്തനെന്ന് പ്രിയ ബെനഡിക്റ്റ് മാത്യു എന്ന് പേരുള്ള ആ ദൈവദാസനോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ ദീപ ഷൈഡ അരക ദുരമന വൈഡമനെ റീബ അരകതുരമന വൈഡമന അതേ പ്രിയ ദൈവത്തിലെ നമ്മെ ദൈവം ഉപയോഗിക്കാൻ വകി അരികമന അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി യെസ് ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യെസ് നാളുകളിൽ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവിടെ ചിന്തിച്ച കാര്യം പ്രകാരമാണ് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനുമേൽ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അതേ പ്രിയതയിൽ അടുത്ത് പറയുന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതേ പ്രിയ ദൈവത്തിലെ റിവൈവൽ അല്ലെ ഉണർവ് ആരംഭിക്കുന്നവരുടെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കണം. ഹല്ലേലൂയ. അതേ നാം മറ്റൊരു അതേ പ്രവാചകനെ അന്വേഷിച്ച് നടക്കണ്ട. ഹല്ലേലൂയ. അതേ എന്ന് വെച്ചാൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കണം. നമ്മുടെ ഭവനത്തിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കണം. നമ്മുടെ ഭവനത്തിൽ നിന്ന് ദർശകന്മാർ എഴുന്നേൽക്കണം. നമ്മുടെ ഭവനത്തിൽ നിന്ന് അതേ സ്വപ്നം കാണുന്ന പിതാക്കന്മാർ എഴുന്നേൽക്കണം. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ പുത്രനുണ്ട് പുത്രിയുണ്ട് അതേ യൗവനക്കാരനുണ്ട് അതേ ഒരു പിതാവുണ്ട്, എന്തുകൊണ്ട് ഒരു മാതാവിനെ കുറിച്ച് പറയുന്നില്ല? ദൈവാത്മാ മറ്റൊരു ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോയി കേട്ടോ. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിലെ വായിക്കേണ്ട അവിടെ പ്രകാരം ഒരു പേര് പറയുന്നുണ്ട്. അവിടെ പറയാം ആശേർ ഗോത്രത്തിൽ ഫനുവേന്റെ മകളായ ഹന്ന എന്ന പ്രവാചക ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പ്രവാചക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാവിനെ. മാതാവിനെ കുറിച്ച് പറയുന്ന പ്രകാരമാണ് അതേ അവിടെ വായിക്കുന്നുണ്ട് 8 സംവത്സരം മാത്രം അതെ അവിടെ വായിക്കുന്നുണ്ട്. അതേ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞ് 84 സംവത്സരം വിധവയായി അതെ അവിടെ വായിക്കുന്നുണ്ട്. അതേ എന്താണ് ആരാധനയോടെ അല്ല ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആലയം വിട്ട് തിരിയാതെ ഇരിക്കുന്ന ഒരു മാതാവ്. ഹല്ലേലൂയ. വേണമെങ്കിൽ അതേ തനിക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല പറയുന്നത്. അതേ ഉപവാസത്തോട് ഈ അതേ പ്രായത്തിൽ ഏകദേശം അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 91 വയസ്സ് നമുക്ക് കൂട്ടാം. എന്ന് വെച്ചാൽ 8 സംവത്സരം അതേ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞു. 84 സംവത്സരം വിധവ. നോക്കിക്കേ ആ മാതാവ് ഏകദേശം 91 വയസ്സില്ലേ ആ മാതാവ് അത് ഒതുങ്ങിക്കൂടാതെ ആലയത്തിൽ ഉപവാസത്തോട് പ്രാർത്ഥനയോടും ആലയം വിട്ടു പിരിയാതെ ഇരിക്കുന്ന ഒരു മാതാവ്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിന്റെ നാളുകളില് അതേ പ്രായമായി ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല, എനിക്ക് ആരാധനയ്ക്ക് പോകുവാൻ പറ്റത്തില്ല എന്ന് പറയുവാനല്ല, ശമൂവേലിനെ പോലെ അടിയനിതാ എന്ന് പറയുന്നുവെങ്കിൽ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യസ്തികമന വൈഡമന പ്രായം ദൈവത്തിന് വിഷയമല്ല കേട്ടോ. പ്രായഭേദം നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. റിഗമന വൈഡമന അതരക ദുരമന വൈഡമന അതേ മീര എന്ന് പേരുള്ള ഡിവൈസിന്റെ വ്യക്തിയോട് മീര ഉല്ലാസ് നാളുകളില നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരുവാൻ ശക്തനെന്ന് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. റിഗമന വൈഡമന അതരക ദുരമന വൈഡമന ചില ചോദ്യ ചിഹ്നങ്ങളുടെ മുമ്പിലാ നീ ആയിരിക്കുന്നത്. അതിന് ഉത്തരം പറയാനാകാതെ പലപ്പോഴും വേദനയോടെ കണ്ണുനീരോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ ദൈവദാസിയെ നാളുകളിൽ നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. അവിടെ കണ്ണുനീർ അവിടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരും. റിഗമന
വൈഡമന അതരക ദുരമന വൈഡമന നാളുകളില് നിന്റെ പ്രാർത്ഥന അടരക ദുരമന വൈഡമന എന്റെ തുരുത്തി നിറഞ്ഞ് കവിയുമ്പോ ഞാൻ നിനക്ക് വേണ്ടി മറുപടിയുമായി ഇറങ്ങി വരും. രിഗമന വൈഡമന അതരക ദുരമന വൈഡമന നാളുകളിൽ പ്രാർത്ഥിച്ച മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. രിഗമന വൈഡമന അതരക നിന്റെ അതെ നിന്റെ ഭവനത്തിൽ നിന്ന് തന്നെ അതെ ഒരു ഉണർ വ്യാപരിക്കും. രിഗമന വൈഡമന അതരക ദുരമന വൈഡ നാളുകൾ പ്രാർത്ഥിച്ച മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു അസാധാരണമായ ദൈവിക ശക്തി നിന്റെ മേൽ അയച്ച നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. രിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ ദീപശൈഡ രഗദുരമന വൈഡമനെ അതേ അനേകം അതിൽ ചോദ്യചിഹ്നങ്ങളാ നിന്റെ മുമ്പിൽ. അതിൽ ഒത്തിരി ചോദ്യങ്ങൾ നീ ദൈവത്തോട് ചോദിക്കുക. രിഗമന വൈഡമന യെസ് ഉടാറമനക ശൈഡവൻ എന്തേ എങ്ങനെ എന്ന് ഒത്തിരി ചോദ്യങ്ങൾ. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പദ്ധതിയുണ്ട്. യെസ് ഓ ദിരമന വൈഡമന അതരക ദുരമന വൈഡമന നാളെ പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതെ 2026 ആണ്ടില് നിന്റെ ജീവിതത്തില് അതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരുന്ന വർഷമെന്ന് ദൈവത്തിന് വ്യക്തമായി അതെ ആലോചന അറിയിക്കുക. രിഗമന വൈഡമന അതാ രഗശേഖേ ദുരഗമന വൈഡമനെ ദീപ രഗദുരമന വൈഡമന അതാ രഗശേഖേ വൈഡമന ലിസിയാൻഡി അതെ ലിസി ജോൺ കല്യ അതെ പ്രിയ ദേവദാസിയെ നാളുകളിൽ ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. രിഗമന വൈഡമന അതാരക ശേഖേ ദിരഗമന വൈഡമന അതേ പ്രിയ ദൈവത്തിലെ അതേ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. യെസ് ഹല്ലേലൂയ. നാം അവിടെ ചിന്തിച്ച കാര്യം ഇപ്രകാരമാണ്. നമുക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവം. യെസ് അടുത്ത നാം ചിന്തിച്ചു നമുക്ക് പുതിയ നമ്മെ ഒന്ന് കേൾപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതിന് കേട്ട ദൂതുകൾ നിന്നെ ഇത് കാണിക്കുന്ന ഒരു ദൈവം. യെസ് ഹല്ലേലൂയ. അടുത്ത നാം ചിന്തിച്ചു പുതിയ എണ്ണ നമ്മെ തേപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്ന് വെച്ചാൽ ഈ നാളുകളില് പുതിയ കൃപാവരങ്ങളെ പകർന്ന നിന്നെ അമാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. രിഗമന വൈഡമന അതെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഓരോരുത്തരോടും ദൈവത്തിന് വ്യക്തമായി ആലോചിച്ചിരിക്കുക. പുതിയ കൃപാവരങ്ങൾ. അതെ പ്രായം ദൈവത്തിന് വിഷയമല്ല കേട്ടോ ആന്റി. പ്രായം ദൈവത്തിന് വിഷയമല്ല. ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു ഉദാഹരണം നോക്കാം. അതെ നാം ഒരു കടയിൽ ചെല്ലുമ്പോൾ നാം സാധനം വാങ്ങുമ്പോൾ നാം എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട്. എന്തിനാ? അത് ഉപയോഗശൂന്യമായോ എന്ന് നോക്കുവാൻ. ഇതുപോലെ നമുക്ക് ദൈവസേനയെ പ്രാർത്ഥിക്കാം. ദൈവമേ ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് വെച്ചാൽ എന്റെ കാഴ്ച ശക്തി കുറയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ എന്റെ കേൾവി ശക്തി കുറയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അത് എന്റെ സംസാര ശേഷി കുറയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഓർമ്മശക്തി കുറയുന്നതിന് മുമ്പ് ദൈവമേ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നേ. അതേ പ്രിയ ദൈവത്തിലെ നാളുകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ എന്റെ കാഴ്ചശക്തി കുറയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. അത് എന്റെ സംസാര ശേഷി കുറയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് എന്റെ സംസാര ശേഷി അല്ലെങ്കിൽ എന്റെ ഓർമ്മശക്തി കുറയുന്നതിന് മുമ്പ് അതേ പ്രിയ ദൈവം അങ്ങനെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം എന്നെ ഉപയോഗിക്കണമേ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതേ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതേ പ്രിയതേ അതേ കുശവന്റെ കയ്യിലെ ആ കളിമണ്ണ് കുശവന്റെ കയ്യിലുള്ള ആ ഉണ്ടാക്കിയ പാത്രം ചീത്തയായി പോയപ്പോൾ കുശവൻ അത് കളഞ്ഞില്ല കേട്ടോ. കുശവൻ അതിനെ തനിക്ക് ബോധിച്ച ഒരു പാത്രമാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നിന്നെ മാന്യതയേറിയ ഒരു പാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അടരക ദുരമന വൈഡമനെ രീപ രക ദുരമന വൈഡമനെ അത് മറ്റുള്ള മുമ്പില് അതേ നീ അതേ സ്വതന്ത്രം മറ്റുള്ള മുമ്പില് അതേ നീ ഒരിക്കലും അതേ മാന്യതയുള്ള പാത്രമല്ല. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നീ മാന്യതയും അത് ശ്രേഷ്ഠമേറിയ ഒരു പാത്രം അത്രേ. രിഗമന വൈഡമന അതാ രഗ ശേഖേ വൈഡമന ദുരഗമന വൈഡം. മറ്റുള്ളവർ നിന്നെ തള്ളിപ്പറയുമ്പോൾ മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുമ്പോൾ നിന്നെ മാറ്റി നിർത്താതെ നിന്നെ ചേർത്ത് നിർത്തി നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം അതേ താങ്കളോട് കൂടെയുണ്ട്. രിഗമന വൈഡമനെ വിരവാല ഭൂക്ഷേ രിഗദുരഗമന വൈഡമന. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടുള്ള ദൈവത്തിലാണ് വ്യക്തമായ ആലോചന അറിയിക്കുക. രിഗമന വൈഡമന
അതരക ദുരമന വൈഡമനെ ദീപഷൈഡ രക ദുരമന വൈഡമന അതാരക ഷേഖെ വൈഡമന. അതേ പ്രിയ ദൈവത്തിലെ നാം ദൈവത്തിന്റെ സന്നിധിയില പ്രീഷ്യസ് ആണ് കേട്ടോ. നാം അതേ വിലയേറിയവരാ, നാം അതേ മാന്യതയുള്ളവളാ, അതേ മാന്യത ഉള്ളവനാ. അതേ പ്രിയ ലോകത്തിന്റെ മുമ്പില് നിനക്ക് ചില പറയുവാൻ ശ്രേഷ്ഠതയൊന്നും കാണത്തില്ലായിരിക്കാം, എന്നാ നിന്നെ മാരിക്കുന്ന ഒരു സ്വർഗം അതേ താങ്കളോട് കൂടെയുണ്ട്. അതേ പ്രൊഫസറെ, അതേ താങ്കളെ ഉപയോഗിക്കുവാൻ, അതേ മറ്റുടെ മുമ്പില് അത് പലപ്പോഴും മാറ്റി നിർത്തിയ അനുഭവങ്ങൾ ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. രിഗമന വൈഡമന, നിന്നെ ഒന്നിനെ കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നാളുകളില് നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. രിഗമന വൈഡമന അതരക ദുരമന വൈഡമന. നാളുകളിൽ പ്രാർത്ഥിച്ച് മുന്നേറുക. ഈ 2026 ആണ്ട് നിന്നെ ഉപയോഗിക്കുന്ന നാളുകളെന്ന് അതേ ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. രിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ. അതേ പ്രിയ ദൈവത്തിലെ നാം ഇവിടെ ചിന്തിച്ചോ, അതേ നാം അധികാലത്ത് ദൈവത്തെ അന്വേഷിക്കുന്നത് വെറുതെ അല്ല കേട്ടോ. നിശ്ചയമായി നമ്മുടെ കണ്ണിന്റെ മറുപടി തരുന്നൊരു സ്വർഗം അതേ നമ്മോട് കൂടെയുണ്ട്. നമുക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പുതിയ ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. രിഗമന വൈഡമന അതരക ദുരമന വൈഡമനെ ദീപശൈഡ വൈഡമനെ. അതേ നമുക്ക് വേണ്ടി പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യാശ്രികമന വൈഡമനെ ദീപ രഗദുരമന വൈഡമനെ അതാ രഗശേഖേ ദുരഗമന വൈഡമന. അതേ സിസ്റ്ററെ, അത് സിനിമോൾ എന്ന് പേരുള്ള വ്യക്തിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. അതേ നാളുകളിൽ തന്നെ നിനക്ക് വേണ്ടി പുതിയത് ചെയ്ത് നിന്നെ കൊണ്ടുവരുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് പദ്ധതി കൊണ്ട് പുതിയത് യസ്മന വൈഡമന. അതൊരു പുതിയ നിന്നെ കേൾപ്പിച്ച, പുതിയ എണ്ണ നിന്നെ തേപ്പിച്ച, പുതിയ കൃപാവരങ്ങളാ നിറച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. രിഗമന വൈഡമന. അത് പലപ്പോഴും ഒതുങ്ങിയിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ഒതുങ്ങിയിരിക്കുവാനല്ല, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുവാനല്ല. രിഗമന വൈഡമന അതാ രഹസ്യക്ക് നീ അതെ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിന്നെ അന്ത്യകാല ശുശ്രൂഷിക്കേണ്ട ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് പ്രിയ സിസ്റ്ററിനോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. രിഗമന വൈഡമന. അതേ പ്രിയ ദൈവത്തിലെ നാം ചിന്തിച്ച 5 കാര്യങ്ങളാണ് ചിന്തിച്ചത്. 1, നമുക്കൊരു പുതിയൊന്ന് ചെയ്യുന്ന ദൈവം. യെസ്, ഹല്ലേലൂയ. 2, പുതിയത് നീ അറിയാതെ മറഞ്ഞ് നിന്നെ കേൾപ്പിക്കുന്ന ദൈവം. 2, അത് നിന്നെ അതേ കാണിക്കുന്ന ദൈവം. യെസ്, പുതിയത് കാണിക്കുന്ന ദൈവം. 4, പുതിയ എണ്ണ നിന്നെ തേപ്പിക്കുന്ന ദൈവം. 5, നിന്നെ അതേ പുതിയതും മൂർച്ചയുള്ളതും അതേ അവിടെ വായിച്ചു പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്ന ദൈവം. യസ്മന വൈഡമന. നാളുകളിൽ നിന്നെ അങ്ങനെ ഒരു അഭിഷേകത്തെ നിറച്ച് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ പേരെടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന് പദ്ധതിയുണ്ട്. മിനി സിസ്റ്ററെ, അതേ നാളുകളിൽ അതേ പല്ലേറിയത് മൂർച്ചകളുമായ അതേ നാളുകളിൽ പുതിയ ഒരു മെതിവണ്ടിയാക്കി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. രിഗമന ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ ഒരു യാത്രയുണ്ടെന്ന് ഉടരക ദുരമന വൈഡ. പുതിയ വേദികളെ ഒരുക്കി നിന്നെ മാനിക്കുവാൻ ഞാൻ ശക്തൻ. രിഗമന വൈഡമനെ അതാ രഹസ്യക്കെ വൈഡമന. നിന്നെ നിന്ദിച്ചയുടെ മധ്യത്തില്, നിന്നെ പരിഹസിയുടെ മധ്യത്തിൽ നിന്നെ മാനിക്കുവാൻ ഞാൻ ശക്തനെന്ന് പ്രിയ ദൈവദാസിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. രിഗമന വൈഡമന അതാ രഹസ്യക്കെ ദുരഗമന വൈഡമന. നാളുകൾ പ്രാർത്ഥിച്ച് മുന്നേറുക. ഒരു ദൂര യാത്രയുണ്ടെന്ന് അത് യാത്രയ്ക്കായി ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. 2026 ആണ്ട് നിന്റെ ജീവിതത്തില് അതേ വിടുതലിന്റെ വർഷമെന്ന്, മറുപടിയുടെ വർഷമെന്ന്, നിന്റെ കണ്ണിന് വിത്തരം തരുന്ന വർഷമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പ്രിയ മിനി വിൽസന്റെ എന്ന് പേരുള്ള ദൈവത്തിലുള്ള വ്യക്തിയോട്, പ്രിയ ദൈവദാസിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. രിഗമന വൈഡ. പ്രാർത്ഥിച്ച് മുന്നേറുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്. രിഗമന വൈഡമന അതരക ദുരമന വൈഡമന. അതേ പ്രിയ ദൈവത്തിലെ നാളുകളിൽ ഒരു അന്ത്യകാല ശുശ്രൂഷിക്കേണ്ടി നമുക്ക് ഒരുങ്ങാമോ? പ്രായം ദൈവത്തിന് വിഷയമല്ല കേട്ടോ. പ്രായഭേദം എന്നെ ദൈവം ഉപയോഗിച്ചതുപോലെ നിന്നെ ഉപയോഗിക്കുന്ന ദൈവത്തിന് പദ്ധതി കൊണ്ട് നാം ചിന്തിച്ച വാക്യം ഒരിക്കലും ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതേ പത്രോസ് എഴുന്നേറ്റെന്ന് പറഞ്ഞ ഇപ്രകാരമാണ്. അതേ അവിടെ വായിച്ചു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അടുത്ത് പറയാം, നിങ്ങളെ പുത്രന്മാര് പ്രവചിക്കും.
അടുത്ത 3 പറയാ നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. 4 പറയാ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അടുത്ത് പറയുക എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആ നാളുകൾ എന്റെ ആത്മാവിന് പകരം അവരും പ്രവചിക്കും. യാശ്രികമന വൈഡവനെ നാളുകള് നമ്മുടെ അതേ ദൈവദാസന്മാരും അതേ ദൈവദാസിമാരുടെ മേല ദൈവത്തിന്റെ ആത്മാവ് അത് പകരപ്പെടുവാൻ പോകുക. അരികമന വൈഡവന അവര് പ്രവചിക്കാൻ പോകുക. അരികമന വൈഡവന അതേ പ്രിയ ദൈവത്തിലെ ഉണർവ് റിവൈവൽ നമ്മിൽ നിന്ന് തുടങ്ങട്ടെ. അരികമന വൈഡവന നമ്മിൽ ഓരോരുത്തരും തുടങ്ങട്ടെ. നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് തുടങ്ങട്ടെ. അത് നമ്മുടെ തലമുറയിൽ നിന്ന് ആരംഭിക്കട്ടെ. അതേ പ്രിയ ദൈവത്തിലെ നമ്മുടെ പിതാക്കന്മാര് അതേ സ്വപ്നങ്ങളെ കാണട്ടെ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി നമ്മുടെ മാതാപിതാക്കൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടട്ടെ. അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടെ വായിച്ചു നാം വായിച്ച ഒരു വാക്യ പ്രകാരമായിരുന്നു. നാം വായിച്ച വാക്യ പ്രകാരമാണ് അതേ ഞാൻ അധികാലത്തെ നിന്നെ അന്വേഷിക്കും. യെസ് ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ അവിടെ വായിച്ചു ദൈവമേ നീ എന്റെ ദൈവം. ദാവീദ് അതേ തന്നോട് തന്നെ പറയുക, അവകാശം പറയുക നാം എന്റെ അവകാശം പറയുന്നത് നമുക്കുള്ളത് നാം എന്റെ എന്ന് പറയാറുണ്ട്. ഇതുപോലെ ദാവീദ് പറയുക ദൈവമേ നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അതേ പ്രിയ ദൈവത്തിലെ നാം അധികാരത്തെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിച്ച് ഒരിക്കലും വൃതാവല്ല. നമ്മുടെ കണ്ണിന് അതേ നാളുകൾ മറുപടി തരുവാൻ ദൈവശക്തി നിന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. യെസ് അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. യെസ് ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യുന്ന ദൈവം, നമ്മെ പുതിയൊന്ന് കേൾപ്പിക്കുന്ന ദൈവം, പുതിയ നമ്മെ കാണിക്കുന്ന ദൈവം, അതേ പുതിയ എണ്ണ നമ്മെ തേപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതേ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയുമായ മെതിവണ്ടിയാക്കുന്ന തീർക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നെ മെസ്സേജ് ക്ഷണിച്ച പ്രിയ ബീന അജയ്, പ്രിയ സിസ്റ്റർ, അതേ മറ്റ് ദൈവദാസിമാർ, ഇന്നത്തെ മീറ്റിംഗ് അതേ നല്ല രീതിയിൽ നടത്തി എല്ലാ പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിച്ചവർ, അതേ വർഷിപ്പ് ലീഡ് ചെയ്തവർ, അതേ ഇന്ന് ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി എന്റെ നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യം ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത പ്രാവശ്യം അതേ ദൈവഹിതമാണെങ്കിൽ നമുക്ക് മുഖാമുഖം കണ്ട് ദൈവജന ശുശ്രൂഷിക്കാം. ദൈവം അതിനായി ദൈവം ഒരുക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.